ഹലോ, ഹായ്. അപ്പോഴേ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വന്നിട്ട് അപ്പം ഇന്ന് നാട്ടിൽ നിന്ന് ഉമ്മയും ഇപ്പയും ആങ്ങളമാരും നാത്തൂമാരും അനിയത്തിയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസിയാണ് കേട്ടോ. പിന്നെ നമ്മളെ 2 ദിവസത്തിന് മുന്നേ ഇലക്ട്രീഷ്യൻ വർക്കും ഒക്കെ ഉണ്ട്, ചെയ്തതൊക്കെ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോഴാണ് ഇലക്ട്രീഷ്യൻ വീട് ഓപ്പണിങ് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പോഴൊരു ഇലക്ട്രീഷ്യൻ വർക്ക് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അത് എന്താണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് തന്നിട്ടില്ലായിരുന്നു അവർ. എന്താ പറയുക, നമ്മൾ പൈസ മുടക്കിയിട്ട് ഒന്നും കാര്യമില്ല. പണിക്കാരെന്ത് വിചാരിക്കണോ അതേ ചെയ്യുള്ളൂ, അതങ്ങനെയാണ്. പിന്നെ എല്ലാ പണിക്കാരോടും നമുക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഉണ്ടായിട്ടൊന്നുമല്ല ഓരോ ആൾക്കാരും അവരെ ഓരോ സ്വപ്നങ്ങളാണ്, ഓരോ വീട് കാര്യങ്ങളെന്നൊക്കെ. ഇങ്ങനെ ഓരോരുത്തരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുമ്പോഴാണ് അവർക്കും ഓരോ ജോലികൾ ഉണ്ടാകുന്നത്. ആ കാര്യങ്ങൾ ഓരോ വർക്കേഴ്സും ആലോചിക്കുക. അപ്പോൾ അവരെ മാനസികമായിട്ട് അങ്ങനെ തളർത്താതിരിക്കുക. അപ്പോഴല്ലേ അവർക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ, അവർക്ക് വീണ്ടും വർക്ക് ഉണ്ടാകാനും പറ്റുള്ളൂ. അപ്പോൾ അവർ കുറച്ച് ഇതിൻ്റെയൊക്കെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ളത് കിച്ചണിലൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരാം, നാളെ വരാം, അങ്ങനെ പറഞ്ഞ് പിന്നെ കൂടുതൽ വിളിക്കുമ്പോൾ അവർക്കാണെങ്കിൽ ദേഷ്യമാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മളെ വർക്കിൻ്റെ ഡീറ്റെയിൽസും ഇപ്പം നാട്ടിൽ നിന്ന് ആങ്ങളമാരൊക്കെ വന്ന ഇതൊക്കെ പാടായിട്ട് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് കാണാമെന്ന്. അപ്പോൾ പിന്നെ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെ വർക്കുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളെ എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക, നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ. ഓക്കെ, കണ്ടാലോ? എന്നാൽ നല്ല നാടൻ മാങ്ങയാണ് കേട്ടോ, നല്ല പഴുത്ത മാങ്ങയാണ്. നാട്ടിൽ നിന്ന് ഉമ്മിപ്പൊക്കെ വന്നപ്പോൾ കൊടുന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഇത് പച്ചമാങ്ങയാണ് കേട്ടോ, പഴുത്ത മാങ്ങതും പച്ചമാങ്ങതും. അങ്ങനെ ഒരു വന്നപ്പോൾ കൊടുന്ന് തന്നിട്ട് പോയതാ. നല്ല മധുരമുള്ള മാങ്ങയാണിത്. ഇവിടെ സാലഡും സിനിമാ ചർച്ചകളുമായിട്ടാണ് ആദിലും ചെറിയ എന്തായിടാ ഒന്നുകൂടെ പറയാ നോക്കട്ടെ. അതന്നെ, ഒരു സാലഡ് കഴിഞ്ഞില്ല അന്ന്. സാലഡ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ ശരി, സാലഡ് അങ്ങനെ നോക്കാം. എന്താണ് ഇവിടെ കാട്ടണേ? ഈച്ചടി ഫുഡ് എന്തുണ്ടേ? മന്തി മധുഹൂത്താണ് ഇത്ര. അങ്ങനെ വന്നോലൊക്കെ പോവുകയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഉമ്മയും ആങ്ങളമാരും. ഓടിയത് നിങ്ങൾക്കറിയാം. നമ്മളെ ഈവനിങ് കോഫി ആൻഡ് സ്നാക്സാണ് കേട്ടോ. സ്നാക്സ് പൊക്കവടയും പഴംപൊരിയാണ് കേട്ടോ. ചെറിയ പഴം കൊടുന്നപ്പം എനിക്കൊരു പഴംപൊരി കഴിക്കണം തോന്നി. അപ്പോൾ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയതാണ്. അതിൽ ഫസ്റ്റ് തന്നെ പൊക്കവട വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് റെഡിയാക്കിക്കൊണ്ടിരിക്കേനി. അപ്പോഴാണ് ഇത് റെഡിയായത്. ഒക്കെ രണ്ടും കൂടി ആക്കിയത്. അപ്പോൾ ഓക്കെ, കഴിക്കട്ടെ.
നമ്മൾ ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. ലൈറ്റ് ഫിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മളെ മതിലിലുള്ള ലൈറ്റ് ഫിറ്റിങ്സാണ്. ഗീസറൊക്കെ ഫിറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വീട് ഓപ്പണായിട്ടൊരു മാസാകാറായി. പക്ഷേ ഇനിയും തീർന്നിട്ടില്ല നമ്മളെ ഇലക്ട്രീഷ്യൻ വർക്ക് എന്ന് മാത്രം. ഒരിക്കലും തീരാത്തൊരു ഇലക്ട്രീഷ്യൻ വർക്കായിരുന്നു നമ്മളത്. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഗേറ്റിൻ്റെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തു. അങ്ങനെ അത് ഓക്കെ ആയി. കിച്ചണിലൊന്നും ഇൻവെർട്ടറിൻ്റെ കണക്ഷനില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. അത് മറന്നു പോയതാ തോന്നുന്നു. ടെൻറ്റ് ഗ്രിപ്പ് കിട്ടുമോ എൻ്റെ ബാഗിൽ? അങ്ങനെ ഫാന് ഫിറ്റ് ചെയ്തു കേട്ടോ. ഇന്നാണ് ഫിറ്റ് ചെയ്ത്. ഫാന് കുറന്ന് വെച്ചിട്ട് കുറേ ദിവസമായി. വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളവരെ. അവർ വരണ്ടേ. ഇലക്ട്രീഷ്യന്മാർക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളെ വർക്കോല് ഒന്ന് തൊടും പിന്നെ ഒന്ന് പോകും. ഇന്നാണ് അതൊക്കെ തീർന്നിക്കണത്. ഇവനാണെങ്കിൽ കടക്കാൻ പറ്റുന്നില്ല. ചൂടാണ്. മുകളിലുള്ള റൂമല്ലേ, അപ്പോൾ നല്ല വെയിലുമാണ്. ചൂടാണെന്നും പറഞ്ഞിട്ട് ഫാന് ഫിറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര കച്ചറ. അപ്പോൾ അത് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി സമാധാനം ഉണ്ടാവുമല്ലോ എനിക്ക്. ആ ഇലക്ട്രീഷ്യനും ഉണ്ടാവും സമാധാനം. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ.